ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഫൈഹാസ് റെസിപ്പി. അപ്പോൾ ഞാനിന്നിവിടെ നല്ല അടിപൊളി മന്തി റൈസായിട്ടാണ് വന്നിട്ടുള്ളത്. ഈ മന്തി എന്ന് പറയുന്നത് ഒരു അറബിക് റൈസാണ്, എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ നമ്മൾ സാധാരണ കുഴിമന്തി തയ്യാറാക്കുമ്പോൾ കുഴിയെല്ലാം ആക്കിയിട്ട് അതിൽ വെച്ചിട്ടാണ് ഈ ഒരു റൈസ് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഇത് കുഴിയൊന്നും ഇല്ലാണ്ട് ഒരുപാട് സ്പൈസസോ ഉള്ളിയോ തക്കാളിയോ ഒന്നും ഇല്ലാണ്ട് വളരെ സിമ്പിളായിട്ട് വളരെ ചുരുങ്ങിയ ചേരുവകൾ കൊണ്ട് തയ്യാറാക്കുന്ന ഒരു റൈസാണ് ഞാനിന്നിവിടെ കാണിക്കാൻ പോകുന്നത്. ഈ റൈസ് എനിക്ക് കിട്ടിയത് ഒരു TV ചാനലിൽ നിന്നാണ്. പക്ഷെ ഞാൻ ഇതിൽ എൻ്റേതായിട്ടുള്ള കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനു വേണ്ടി ഞാൻ ഇവിടെ 1 കിലോ ചിക്കൻ അത്യാവശ്യം വലിയ പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു പീസ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളമെല്ലാം നന്നായിട്ട് വാർന്നെടുക്കണം. ശേഷം നമുക്കിത് വരഞ്ഞിടുക, അല്ലെങ്കിൽ ഒരു ഫോർക്കോ എന്തെങ്കിലും വെച്ച് നന്നായിട്ടൊന്ന് കുത്തിയെടുക്കുക. ഈ കുത്തുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഉള്ളിലേക്കൊക്കെ ആ ഒരു മസാല കയറാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാ പീസ് ചിക്കനും ഞാനൊരു ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്, ഒന്ന് കുത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ഏത് പാത്രത്തിലാണോ കുക്ക് ചെയ്യുന്നത് അതിലോട്ട് മാറ്റി വയ്ക്കാം. ഇതിലോട്ട് ആദ്യമായിട്ട് ഞാൻ 1 ടീസ്പൂണോളം ചെറിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 4 ടേബിൾ സ്പൂണോളം കുരുമുളക് ചേർത്ത് കൊടുക്കുക. കുരുമുളക് അങ്ങനെയുള്ള കുരുമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ വേറെ സ്പൈസസ് ഒന്നും ചേർക്കാത്തതുകൊണ്ട് കുരുമുളക് അധികം ചേർക്കുന്നുണ്ട്. ഇനി ഒരു 6 ഏലക്കായ ചേർത്ത് കൊടുക്കാം. അതുപോലെ 6 ഗ്രാമ്പൂവും ചേർത്ത് കൊടുക്കാം. ഒരു 2 വലിയ സൈസ് പട്ട ചേർത്ത് കൊടുക്കാം. ഒരു 3 ബേ ലീഫ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതിന് സ്പൈസസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് മെയിൻ ആയിട്ടുള്ളൊരു കാര്യം എന്താ വെച്ചാൽ മാഗി സ്റ്റോക്കാണ്. ഞാൻ ഇതിൽ ഇതുപോലത്തെ 5 മാഗി ക്യൂബ് എടുക്കുന്നുണ്ട്. ഈ ഒരു മാഗി ക്യൂബ് നമുക്ക് നന്നായിട്ട് പൊടിച്ചിട്ട് വേണം ഇതിലോട്ട് ഇട്ട് കൊടുക്കാൻ. ഈ ഒരു ചിക്കനിലോട്ട് ഞാൻ വേറെ ഉപ്പൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല, കാരണം നമ്മുടെ മാഗി ക്യൂബിൽ അത്യാവശ്യം ഉപ്പുള്ളത് കൊണ്ട് വേറെ ഉപ്പൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു റൈസ് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ 1 കപ്പോളം സൺഫ്ലവർ ഓയിൽ ചേർക്കുന്നുണ്ട്. നമുക്ക് ഇതിലോട്ട് അത്യാവശ്യം ഓയിൽ വേണം. 1 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുക. ഇനി 1 ഡ്രോപ്പ് റെഡ് ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1 ഡ്രോപ്പ് ഓറഞ്ച് ഫുഡ് കളറും 1 ഡ്രോപ്പ് യെല്ലോ ഫുഡ് കളറും ചേർക്കുന്നുണ്ട്. ഞാനിത് ഷൂട്ടിങ്ങിന് വേണ്ടി എടുക്കുന്നതുകൊണ്ടാണ് ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഒരു നിർബന്ധമില്ല ഈ ഒരു കളർ വേണമെന്ന്. അപ്പോൾ നമുക്കിത് കൈ വെച്ച് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഈ ഒരു മാഗിയുടെ മസാല എല്ലാം നമ്മുടെ ചിക്കനിലൊക്കെ നന്നായിട്ടൊന്ന് പിടിപ്പിച്ച് വെക്കാം. മസാല എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് മസാല പിടിച്ച് വരാൻ വേണ്ടിയിട്ട് 1 മണിക്കൂറോളം ഒന്ന് മാറ്റി വെക്കാം. ഈ ഒരു മന്തി റൈസിന് വേണ്ടി ഞാനിവിടെ ബസ്മതി സെല്ല റൈസാണ് എടുത്തിട്ടുള്ളത്, ഇന്ത്യ ഗേറ്റിൻ്റെ. നമുക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഒരു 10 മിനിറ്റ് ഒന്ന് പൊതിർത്ത് വെക്കണം. ഇപ്പോൾ ഈ ഒരു ചിക്കന് ഞാൻ ഏകദേശം 1 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് നമ്മുടെ ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിൽ ഓൺ ചെയ്തിട്ട് ഈ ഒരു ചിക്കൻ ഒരു 50% ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കണം. ആ ഒരു സമയം നമ്മുടെ റൈസ് കുക്ക് ചെയ്യാനുള്ള വെള്ളം ഞാനിവിടെ വെച്ചിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് ചൂടായി വരണം. ഈ റൈസിലോട്ട് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ചിക്കന് ഒരു സൈഡ് ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമുക്കിതിനെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. തിരിച്ചു മറിച്ചിട്ട് ഒരു 5 മിനിറ്റോളം നമുക്കിതിനെ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുക്ക് ചെയ്തിട്ട് എടുക്കണം. നമ്മുടെ റൈസിനുള്ള വെള്ളം ഇവിടെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. നമ്മൾ നേരത്തെ കഴുകി ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു റൈസ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഈ റൈസ് ഞാനൊരു 95%ഓളം കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഒരുപാട് വെന്തുടഞ്ഞ് പോവാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ റൈസ് ഏകദേശം ഒരു 10 മിനിറ്റ് ഏകദേശം ഞാൻ വെച്ചിട്ടില്ല. ഒരു 8 മിനിറ്റ് ആയപ്പോഴേക്ക് ഞാൻ ഇതിനൊന്ന് ഊറ്റിയെടുക്കാൻ വേണ്ടി പോവുകയാണ്. കറക്റ്റായിട്ട് ഒരു വേവായി വന്നിട്ടുണ്ട്. ഒരുപാട് ഉടഞ്ഞു പോകാനും പാടില്ല, പക്ഷെ കടിക്കുന്ന വേവാവാനും പാടില്ല. ആ ഒരു ഇതിൽ വേണം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. ഇവിടെ ചിക്കൻ ഇപ്പോൾ ഏകദേശം നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു ഓയിലിൽ നിന്ന് ഒരു 1/4 കപ്പോളം ഓയിൽ ഞാൻ ഒന്ന് മാറ്റിയെടുക്കുന്നുണ്ട്. അത് ലാസ്റ്റ് നമ്മൾ റൈസ് ഇട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ മുകളിലൊന്ന് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു റൈസ് ഊറ്റിയ ഉടനെ ആ ചൂടോട് കൂടെ വേണം നമുക്ക് ഈ ഒരു ചിക്കൻ്റെ മുകൾക്ക് ഇട്ട് കൊടുക്കാൻ. നമ്മൾ റൈസ് തണുക്കാൻ വേണ്ടി, അത് ചൂട് ആറാൻ വേണ്ടി ഒന്നും വെയിറ്റ് ചെയ്യരുത്. ആ ഒരു ആവിയോട് കൂടെ തന്നെ വേണം ഈ ഒരു ചിക്കൻ്റെ മുകളിലേക്ക്
ആ റൈസ് ഇട്ട് കൊടുക്കണം. റൈസ് ഇട്ട് കൊടുത്ത ശേഷം ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്തെടുക്കുക. റൈസ് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് വേണം റൈസ് ഇട്ട് കൊടുക്കാൻ. നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഓയിൽ ഇതിന് മുകളിലൊന്ന് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഇത്രയും ഓയിൽ വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഓയിൽ മുകളിൽ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ ആ ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഓയിൽ കുറച്ച് മുകളിലൊന്ന് ഒഴിച്ചു കൊടുക്കുന്നത്. ശേഷം ഞാൻ ഒരു 5-6 പച്ചമുളക് ഇതിൻ്റെ അടിയിൽ ഇതുപോലെ ചെറുതായിട്ടൊന്ന് കീറി കൊടുത്ത് എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഈ ഒരു ചോറിന് മുകളിലൊന്നിങ്ങനെ കുത്തി വെക്കുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് അടച്ച് വെച്ച് 1 മണിക്കൂറോളം ഏറ്റവും ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. 1 മണിക്കൂറെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് വെക്കണം. താഴെ ഒരു തട്ട് വെച്ചിട്ടാണ് അതിൻ്റെ മുകളിലാണ് ഞാൻ ഈ ഒരു റൈസ് കുക്ക് ചെയ്തെടുക്കുന്നത്. അല്ലെങ്കിൽ അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇതിലോട്ട് ഞാൻ ഒരു 1/4 കപ്പോളം പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇച്ചിരി ഉണക്ക മുന്തിരും അതുപോലെ ബദാം ഒന്ന് പൊളിച്ചെടുത്തിട്ടുണ്ട്. ഇത് നെയ്യിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞ് നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു തളിക എടുത്തിട്ട് ഞാൻ മൊത്തമായിട്ട് ഇതിലോട്ട് ഒന്ന് കൊട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ കൊട്ടി കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു മുന്തിരിയും അതുപോലെ ബദാമും ആ ഒരു പരിപ്പൊക്കെ ഇതിൻ്റെ മുകളിലൊന്ന് വിതറി കൊടുക്കാം. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ സിമ്പിളാക്കി തയ്യാറാക്കാൻ പറ്റിയ കുഴിമന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ പുറത്തുനിന്ന് കുഴി വെച്ച് തയ്യാറാക്കുന്ന ആ ഒരു കുഴിമന്തിയുടെ അതേ ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കുഴിമന്തിക്ക് വേണ്ടി. അപ്പോൾ നമുക്ക് ഈ ഒരു കുഴിമന്തിയുടെ കൂടെ ഞാൻ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇച്ചിരി മയോണൈസും അതുപോലെ താക്കൂസും തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളാണ്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻസ് ഒക്കെ അറിയിക്കുക. താങ്ക്